റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന സർക്കാർ ശുപാർശ PSC അംഗീകരിച്ചു. 289 റാങ്ക് ലിസ്റ്റുകൾക്കാണ് കാലാവധി നീട്ടിയത്. പുതിയ നടപടി 30,845 ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ PSC നടപടിക്രമങ്ങൾ നടന്നിരുന്നില്ല. ഈ സാഹചര്യത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം റാങ്ക് പട്ടിക നീട്ടിവെക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു. 2026 മെയ് 25-നും ഓഗസ്റ്റ് 31-നും ഇടയിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ റാങ്ക് ലിസ്റ്റുകളാണ് നീട്ടിവെക്കാൻ തീരുമാനിച്ചത്. നവംബർ 30 വരെ നീട്ടിക്കൊണ്ട് PSC ഉത്തരവിറക്കി. ഈ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ 289 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിക്കിട്ടുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ 3 മാസക്കാലം നടപടിക്രമങ്ങൾ വൈകി. ഇത് ഉദ്യോഗാർത്ഥികൾക്കും ആശങ്കയുണ്ടാക്കി. ഇതേ തുടർന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് PSCക്ക് ശുപാർശ നൽകി. സർക്കാരിന്റെ ശുപാർശ PSC അംഗീകരിച്ചതോടെയാണ് കാലാവധി നീട്ടിവെക്കൽ യാഥാർത്ഥ്യമായത്. ഇന്ന് ചേർന്ന PSC യോഗമാണ് മന്ത്രിസഭയുടെ ശുപാർശ അംഗീകരിച്ചത്. സർക്കാരിന്റെയും PSCയുടെയും തീരുമാനം വന്നതോടെ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്കും പരിഹാരമായി. വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള 30,845 ഉദ്യോഗാർത്ഥികൾക്കാണ് നടപടിയിലൂടെ ആശ്വാസമായത്. ജനം, തിരുവനന്തപുരം.